നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ഗണേഷ് കുമാർ ശക്തനായി തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്നു, തോറ്റുപോയി പത്തനാപുരത്ത്. പക്ഷേ ശക്തനായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറിയ കളിയല്ല, വലിയ കളിയാണ്. എന്താണ് കളിയെന്ന് വെച്ചാൽ സുകുമാരൻ നായരെ അടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. NSSനെതിരെ ഡൽഹിയിൽ നടന്നതുപോലുള്ള പാറ്റ സമരം നടക്കണം എന്നാണ് ഗണേഷ് കുമാറിൻ്റെ വാദം. അപ്പോൾ NSSനെതിരെ ശക്തമായിട്ടുള്ള ഒരു സമര പരിപാടി തന്നെ ആവശ്യമുണ്ടെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. വലിയ ഒരു സമരം തന്നെ തുടങ്ങേണ്ടതുണ്ട്. NSSനെതിരെ മന്നത്താചാര്യൻ ഉണ്ടാക്കി കൊടുത്ത മഹാപ്രസ്ഥാനത്തിൽ ഇന്ന് ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന് KB ഗണേഷ് കുമാർ പറയുന്നു. അതിലവിടെ ഒരു ജനാധിപത്യമില്ല. അതിരൂക്ഷമായ വിമർശനമായിട്ടാണ് അദ്ദേഹം വന്നത്. മന്നത്താചാര്യൻ ഉണ്ടാക്കി കൊടുത്ത മഹാപ്രസ്ഥാനത്തിൽ ഇന്ന് ഏകാധിപത്യമാണ്. 64 വർഷമായി പിതാവ് ആർഭാഷമുള്ള NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു. ജീവിച്ചിരുന്ന കാലം മുഴുവൻ R ബാലകൃഷ്ണപിള്ളയെ അപമാനിച്ചെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. NSSുമായുള്ള തർക്കത്തിൻ്റെ ഭാഗമായി ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന NSS വേദികൾ NSS നിഷേധിച്ചിരുന്നു. മന്നം പ്രസ് ക്ലബ്ബിൽ വച്ച് നടത്താനായി ഇരുന്ന നായർ സംരക്ഷണ സമിതിയുടെ ദേവദാരുവിലെ ഇത്തിൽക്കണികൾ എന്ന പുസ്തക പ്രകാശനത്തിലെ വേദിയാണ് മാറ്റേണ്ടി വന്നത്. പരിപാടി സംഘടിപ്പിച്ചാൽ തടയുമെന്ന് NSS നേതാക്കൾ പറഞ്ഞിരുന്നു. തുടർന്ന് പ്രസ് ക്ലബ്ബിൽ പരിപാടി നടത്തുകയായിരുന്നു. ഈ പരിപാടിയിലായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ശക്തമായ വിമർശനം. തിരുവനന്തപുരത്ത് മന്നം മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്താനിരുന്ന പരിപാടി ഗണേഷ് കുമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. തർക്കം വരുന്നു. അങ്ങനെയാണ് പ്രസ് ക്ലബ്ബിലേക്ക് ആ പരിപാടി വന്നത്. ദേവദാരുവിലെ ഇത്തൽക്കണ്ണികളെ സമൂഹം വെട്ടി ദൂരെ എറിയണം. അജ്ഞാനവൃത്തിയും അവരുടെ ഇത്തൽക്കണ്ണികളുമാണ് ഇന്ന് ദേവദാരുവിൽ മന്നത്താചാര്യൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ മകനെപ്പോലെ ചടങ്ങ് നടത്താൻ ലഭിച്ചാണ് എൻ്റെ പിതാവ്. ഇത്തിൽക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായ അംഗങ്ങൾ തെരുവിൽ ഇറങ്ങരുത്. മന്നത്ത് ആചാര്യൻ്റെ ആത്മാവിന് ക്ഷമിക്കാനാകില്ല എന്നാണ് ഗണേഷ് കുമാർ. ഇതിനടുത്ത് അനൂപ് ചന്ദ്രനും ആഞ്ഞടിച്ച് സിനിമാ നടൻ അനൂപ് ചന്ദ്രനും നായർ സർവീസ് സൊസൈറ്റിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് 43 പേർക്കാണ് NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയിൽ സുകുമാരൻ നായർ ജോലി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെല്ലാം ജോലി കൊടുത്തിട്ടുണ്ടെന്നും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും കനകസിംഹാസനത്തിൽ ഏത് ശകുനനും ഇരിക്കാം, ശുനകനും ഇരിക്കാം എന്നാണ് തോന്നിപ്പിക്കുന്നതെന്നും അദ്ദേഹം അധിക്ഷേപിച്ചു. അതിരൂക്ഷമായ അധിക്ഷേപമാണ് ഗണേഷ് കുമാർ സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. താൻ NSSൻ്റെ തിരഞ്ഞെടുത്ത അംഗമാണെന്നും ഓടിളക്കി വന്നതല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലൂടെ തനിക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി വോട്ട് ചെയ്തിട്ടില്ലെന്നും ഗണേഷ് കുമാർ ആവർത്തിച്ചു. ഡയറക്ടർ ബോർഡിലിരിക്കെ താൻ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ സുകുമാരൻ നായരെ ചോദ്യം ചെയ്തു. അതാണ് എന്നോട് ഇത്ര കലിപ്പ്. ഞാൻ ചോദിച്ച മറ്റൊന്നുമല്ല, ഈ സമദൂര സിദ്ധാന്തം കൊണ്ട് നമ്മൾ എന്ത് നേടും എന്നാണ് ചോദിച്ചത്. ഇത്തിൽക്കണ്ണികളെ പറിച്ചു കളയാനാകും. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് കോടികൾ പിൻവലിച്ചു? ഒറ്റ രാത്രി കൊണ്ട് കോടികൾ മറ്റ് ബാങ്കുകളിലേക്ക് എത്തി. സ്വജനപക്ഷപാതമാണ് ഏറ്റവും വലിയ അഴിമതി. മന്നം സമാധിയിൽ കയറിയാൽ അദ്ദേഹത്തിൻ്റെ ചെറുമകൾക്ക് പോലും കയറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നായർ സമുദായത്തെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഗണേഷ് അപ്പോൾ വിപ്ലവകാരിയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കൃത്യമായി അനൂപ് ചന്ദ്രൻ്റെയും മറ്റ് ടീമുകളുടെയൊക്കെ ഒരു സപ്പോർട്ടും അതിനകത്തുണ്ട്. താൻ നടന്നു വരുമ്പോൾ സുകുമാരൻ നായരുടെ ശിങ്കിടി വരുന്നു എന്ന് പറയില്ല. തലയ്ക്ക് ബോധമുള്ള ഒരാൾ പോലും അങ്ങനെ പറയില്ല. മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ലോക നേതാക്കളെ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കഴിയുന്നില്ല? ശിവഗിരിയിലും ശബരിമലയിലും വരെ രാഷ്ട്രപതി എത്തിയത് മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് തുറന്നു നൽകണം. ഇല്ലെങ്കിൽ അതുവഴി പോകുന്നവർ പൂവാങ്ങി പുറത്തു നിന്ന് അകത്തേക്ക് എറിയണം. മഹാത്മാഗാന്ധിയുടെ പോലെ ഒരു സഹന സമരം ആണെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഡൽഹിയിലുള്ളതുപോലുള്ള ഒരു പാറ്റ സമരത്തിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറിയുടെ മകളാണ് NSSനെതിരെ ആദ്യം കേസ് കൊടുത്തതെന്നും ചട്ടമ്പിസ്വാമി അവഹേളിക്കുന്ന ആളാണ് NSSൻ്റെ തലപ്പത്തുള്ളതെന്നും ചട്ടമ്പിസ്വാമി തിരുവനന്തപുരത്ത് ഏതോ ചട്ടമ്പിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. NSSൻ്റെ തലപ്പത്തുള്ള ആണ്. NSSനെതിരെ നിൽക്കില്ല, കൂടെ നിൽക്കുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ തിരുത്തിപ്പിക്കും എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. തൻ്റെ അച്ഛൻ ആർക്കും NSSൽ ജോലി വാങ്ങി കൊടുത്തിട്ടുമില്ല. അതേസമയം സുകുമാരൻ നായരുടെ 43 ബന്ധുക്കൾക്കാണ് അവിടെ ജോലി വാങ്ങി കൊടുത്തിരിക്കുന്നത്. മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം തുറന്നു നൽകാൻ വേണ്ടി വൈക്കത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ജാഥ നടത്തണം. മക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരല്ല അവിടെ എത്തേണ്ടത്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തണം. തലയിൽ ചീപ്പിരിക്കുന്നത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. മന്നത്താചാര്യനെ ചരിത്രത്തിൽ നിന്ന് മറയ്ക്കാൻ NSS ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു തരം താഴ്ന്ന നേതൃത്വം തലപ്പത്ത് വേണോ എന്ന് നമ്മൾ ചിന്തിക്കണമെന്നും ഗണേഷ് ആഞ്ഞടിക്കുന്നു. ഡൽഹിയിലെ പാറ്റ സമരം പോലെ ഞാൻ സൂചിപ്പിച്ചു, നായന്മാരുടെ ഒരു പാറ്റ സമരം ഉയരണം.
ഇങ്ങനെ ഒരു തരം താഴ്ന്ന നേതൃത്വം തലപ്പത്ത് വേണമെന്ന് എല്ലാവരും ചിന്തിക്കണം. മന്നത്താചാര്യൻ്റെ പാരമ്പര്യമുള്ള എല്ലാ നായന്മാരും മരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല. അവൻ നമ്മുടെ കാല് പിടിക്കും എന്നാണ് പറഞ്ഞത്. ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുന്ന കാല് പിടിച്ചാൽ നമ്മുടെ കാലാകുമോ എന്നും ഗണേഷ് കുമാർ കളിയാക്കി. വളരെ കൃത്യമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഗണേഷ് കുമാർ തുറന്നുവിട്ടിരിക്കുന്നത്. സുകുമാരൻ നായർക്കെതിരെ അത് എങ്ങനെ ആഞ്ഞടിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും വലിയ കലാപമാണ് NSSൽ പല തലത്തിൽ, പല രൂപത്തിൽ, പല സ്ഥലത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്.